ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഉണ്ണി മുകുന്ദന്റെ മാളികപ്പുറം മൂവിയിലെ ഇന്റർവെൽ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ ഇൻട്രോ സീനാണ്. എന്ത് വേണമെങ്കിലും പറയാം. കാരണം വെച്ചാൽ അത് ഇന്റർവെല്ലും ആണ്, അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ വരുന്നതാണ്. കാരണം ആ ഒരു സിനിമയുടെ കഥയിന്റെ ഇങ്ങനെ ഒഴുക്കിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയില്ല, ഒരു പഞ്ചക പോലെയാണ് ശരിക്കും ഉണ്ണി മുകുന്ദൻ അവിടെ വരുന്നത്. ആ ഒരു വരവ് സംഭവം തന്നെയാണ്. നമ്മൾ ഇതിന്റെ ഇൻട്രോ സീൻ, പടത്തിന്റെ ഇൻട്രോ സീനും അതുപോലെ നമ്മളെ ഫോറസ്റ്റ് ഫൈറ്റ് സീനും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പൊ നമുക്ക് നേരെ ആ ഒരു സീനിലോട്ട് പോകാം. പ്രത്യേകിച്ച് ഈ സീനിൽ കുട്ടികളുടെ കുറച്ച് കുറുമ്പുകളും സംസാരങ്ങളും എല്ലാം ഉണ്ട്. നമുക്കറിയാലോ, 2 കുട്ടികളും കൂടെ അയ്യപ്പനെ കാണാൻ പോവാണ്. അപ്പോഴാണ് വേറൊരു അയ്യപ്പന്റെ വരവ്. യെസ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ കാണാം അല്ലേ. ആ ഒരു സോങ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്ത് ഇപ്പോഴും ചോദിക്കാനുള്ള ധൈര്യം അല്ലേ. കുട്ടികളെ കാണാത്തോണ്ട് സാറേ, അവിടെ പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി ഞാൻ അന്വേഷിച്ചു. അവിടെ നമ്മൾ എത്തിയിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? സാറിന് വല്ല വിവരം കിട്ടിയാണ്. നിങ്ങൾ ടെൻഷൻ ആവണ്ട, എല്ലാ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കാം. സാറ് പറഞ്ഞാട്ടല്ലോ, വെറുതെ കരഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. എന്നാലും ഈ കൊച്ചിന് ഒറ്റയ്ക്ക് എന്ത് വിവരക്കേട് കാണിച്ചു വെച്ചേക്കുന്നത്? ഒറ്റക്കല്ലാതെ പോലും ശബരിമല ഇത് പമ്പ സമാനെ. നിങ്ങൾ ഒറ്റയ്ക്കുള്ളോ? ഒറ്റയ്ക്കല്ല സാറേ, എന്റെ കുട്ടികളോ. പറയണ്ടേ, 3 പമ്പ. അത് കാണിക്ക കാസ പോക്കറ്റിൽ പോയി. ആ ഒരു മെച്ചൂരിറ്റി കാണിക്കുന്നില്ലേ കുട്ടിയാണെങ്കിൽ. കലിപ്പ്. നല്ല വിഷ്വലല്ലേ ആ ഒരു കാട്. ചെക്ക് പോസ്റ്റ്. എന്താ മോളെ, എന്തേലും കഴിക്കട്ടെ? മോള് വിഷയം ഇരിക്കണ്ട, മാമ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാം. നന്നായിട്ട് അഭിനയിക്കുമല്ലേ ശ്രീപത്. ഒരു കാണുമ്പോ ഒരു ഫേസിൽ നല്ല ഇതുണ്ടല്ലോ. കലിപ്പ്. സെൻഡമിക്സ്.
തിരിച്ചു പോയാലോ? എന്തിനാ ഉണ്ണേട്ടാ? നീ ഞാൻ പറയുന്നേട്ടാ മതി. വാ പോവാം വാ. ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് അയ്യപ്പനെ കാണണം. അറ്റ്ലീസ്റ്റ് കാണിക്കുന്നില്ല. ഒരു ബിസ്ക്കറ്റ് சொல்லு வகை. சித்திர ஒண்ணு ஒண்ணு வேணும்னு தெரியல. 10 வயசு இந்த பரவாயில்லையா? நீ சூப்பர்டா. எங்க இருக்க? மலைக்கு போயிட்டு இருக்கேன். என்ன இந்த சீசன் மலையா? அங்கதான் சின்ன சின்ன குழந்தைங்களை நிறைய கிடைக்கும். கூட்டமும் இருக்கும், தூக்கத்துக்கும் ஈஸியா இருக்கும். சரி சரி, இந்த பொருளுக்கு ரேட்டு சொல்லு. அவசரப்படாத சிட்டியரே, அதெல்லாம் நேர்ல போகும்போது பேசிக்கலாம். பொண்ணு இப்ப நம்ம கண்ட்ரோல் தான் இருக்கு, எங்கேயும் போயிடாது. சரி சரி, நீ சீக்கிரம் எடுத்துட்டு வா. എന്റെ പൊന്നു കല്ലു, വാ നമുക്ക് വീട്ടിൽ പോയിട്ട് അച്ഛനെയും കുട്ടിയോട് തിരിച്ചു വരാം. ഏകദേശം മനസ്സിലായി. എന്താ ബിസ്ക്കറ്റ്? കേട്ടല്ലോ ഒന്ന്. വിശക്കുമ്പോൾ പറയണം, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കല്ലു വാ. ശരി, ഉണ്ണേട്ടൻ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോവാനാ? ഉണ്ണേട്ടൻ പേടിക്കണ്ട, എല്ലാ അയ്യപ്പൻ നോക്കിക്കോളൂ. അയ്യപ്പ പൊന്നു സ്വാമി ഒന്നാമതെ പണിയില്ല. സ്വാമി ഒരു വിഷ്വല് കാണാം. നല്ല രസമില്ല പക്ഷേ. എന്റെ പൊന്നു സ്വാമി, കറുപ്പും കറുപ്പൂട്ട് കാണുമ്പോ മനസ്സിലാകുന്നില്ലേ? ശബ്ദം വിളിക്കാം. ശരി. ഞാൻ പേരു സ്വാമി, ഇത് കല്ലു സ്വാമി. വേറെ അറിയണ്ടോ? കല്ലു സ്വാമിയല്ല, കല്ലു മാളികപ്പുറാണ്. ഒറ്റയ്ക്കാണ്. അവരെങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ സ്വാമി? എന്റെ കൂടെ വന്നതാ, ഭയങ്കര നമുക്കതാ. മലയ്ക്ക് പോവാം. എന്നാ ശരി, ഇവിടെ ഇരുന്നോ. പറയണ്ടേ, നമുക്ക് അറിയില്ലല്ലോ. സമയച്ചോ സമയച്ചോ. സ്വാമി ടിക്കറ്റ്. അയ്യോ പോയി പോവാ. സ്വാമി, ഞാൻ മാമൻ. ഓ, നിങ്ങൾ പോവാ. അയ്യോ, പിള്ളേരെ മാമനല്ല, എന്റെ പേരാ ഉദയ മാമൻ. സ്വാമി ആദ്യമായിട്ടാണോ വിളിക്കുവാണേ? ഞാൻ പോയിട്ടുണ്ട്. ഞാനാദ്യമായിട്ടാണേ.
ആണോ? അതെ. അല്ല സ്വാമി, ഈ മലയിലെ പുലിയുണ്ടോ? നോമ്പെടുത്തില്ലേ? അതെ സ്വാമി, സ്വാമിയുടെ പേരെന്താ? ഞാൻ അയ്യപ്പൻ. അല്ല, മാറിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അയ്യപ്പന്മാരാണല്ലോ. അല്ല പറയൂ. അല്ല മാമ. മാമ ഓ ഷോട്ട്. രണ്ടുപേരും കാണിച്ചിട്ടുണ്ടോ? ഷെയ്ഡ് വെച്ച് കാണിച്ചു. ഒരാൾ ചിരിച്ചിട്ടും ഒരാൾ കലിപ്പും. ശരിക്കും സെക്കൻഡ് ഹാഫ് ഫുൾ യാത്രേന്റെ ഒരു ഭംഗിയല്ലേ? ആ ഒരു ബസ്സും പണിയല്ലേ. സ്വാമി വണ്ടി എടുക്കുന്നില്ല. അല്ല, വണ്ടിയുടെ അകത്തുനിന്ന് ഒരു സൗണ്ട്. ഡ്രൈവർ കയറിലേക്ക് പോയിട്ടു. അല്ല, ഞാൻ എന്തെങ്കിലും സഹായിക്കണം? ഓ വേണ്ട, സ്വാമി വണ്ടി കയറി. എല്ലായിടത്തും പോയി. മാമാജി ഭയങ്കര എങ്ങോട്ട് പോകണം? ജോളിയല്ലേ മാമാജി. സ്വാമി ചെന്നു. എന്ത് പറ്റി സ്വാമി? അല്ല ഒന്നുമില്ല, വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം നോക്കുന്നുണ്ട്. അതെ, ഈ ബസ് കംപ്ലൈന്റ് ആണേ. ആ കിടക്കുന്ന പ്രപ്പോസലേക്ക് ആരും കേൾക്കും. ടിക്കറ്റ് കാണിച്ചാൽ മതി. സ്വാമി 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 വിളിച്ചപ്പോ പൊട്ടുന്നു. വാലു വേറെ പോയിക്കോ പോയിക്കോ. എന്താണ്? എന്നെയും കൂടെ ശബരിമലയ്ക്ക് കൊണ്ടുപോകൂ. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മാമനില്ലേ? അയാളെ മാമനൊന്നുമില്ല. അപ്പൊ ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്കല്ല. എന്തിനാ ഒറ്റയ്ക്ക് പോന്നെ? എനിക്ക് അയ്യപ്പനെ കാണണം. കള്ളം പറഞ്ഞ് ശബരിമലയ്ക്ക് പോയാ അയ്യപ്പനെ കാണാൻ പറ്റില്ല. വീട്ടിൽ പറഞ്ഞാലും കൊണ്ടുപോലോ. എന്റെ അച്ഛൻ എന്നെ കൊണ്ടാന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോണേ? ശിവദാസം മരിച്ചുപോയി. അപ്പൊ മാളിന് പുറത്തിന് ശബരിമലയ്ക്ക് പോണം. അയ്യപ്പനെ കാണണം. പഴിയുണ്ടാക്കാം. ശരിക്കും കണ്ടാൽ സീന്. വീണ്ടും ശ്രീമൊരു ഭംഗിയായി. ആ ഒരു ഷോട്ടും ആ
സീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ. കാരണം വെച്ചാൽ ആ ഒരു ഇന്റർവെൽ സീൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു ചെറിയൊരു കുഞ്ഞ് ഫ്ലാഷ് ബാക്കും പറഞ്ഞ് ആ ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് കുറച്ചും കൂടി ആ ഒരു കണക്ഷൻ തന്നതും അല്ലേ. ആ ഒരു അയ്യപ്പൻ എന്തുകൊണ്ട് കാണാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഭയങ്കര ഒരു സോള് കിട്ടി നമുക്ക്. പ്രത്യേകിച്ച് അവിടെ കാണിച്ചപ്പോൾ സൈജു ഗ്രൂപ്പിന്റെ ആ ഒരു ക്യാരക്ടർ സോൾ അടക്കം ജസ്റ്റ് കാണിക്കുമ്പോഴും അത് വരുന്നുണ്ട്. പിന്നെ ഉണ്ണിമുകുന്ദന്റെ ഇന്റർവ്യൂവിനെ പറയേണ്ട നല്ല രസമാണ്. ആ ഒരു BGM ഒക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് നല്ല രസത്തിൽ തന്നെ. പിന്നെ അതുപോലെ വില്ലനും എല്ലാരും കൂടി വരുന്ന സമയത്ത് ആ ഒരു യാത്രയിൽ തന്നെ എല്ലാ കഥകളും കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. അതാണ് ഈ ഒരു സീനിന്റെ ഒരു ബ്യൂട്ടി വരുന്നത്. യെസ്, അതായത് പിന്നെ ആ ഒരു കാടിന്റെ പശ്ചാത്തലവും പിന്നെ അതുപോലെ തന്നെ എല്ലാം ആ ഒരു BGMോടുകൂടി രണ്ടുപേരും കൂടി ഒരുമിച്ച് കൈപിടിച്ച് പോകുന്നത്. കാരണം എന്താ അറിയോ, നമുക്ക് ആ ഒരു സമയം നമ്മൾ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലും ചെറിയൊരു ടെൻഷൻ നമുക്ക് വരും. കാരണം മറ്റേ ആളുടെ കയ്യിലാണ് 2 കുട്ടികൾ ഇപ്പൊ ഉള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും അവര് രക്ഷപ്പെടാൻ പോകുന്നത്? അവിടെ ഒരു ട്വിസ്റ്റ് എന്തായാലും വേണം. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് തോന്നിയായിരുന്നു ഈ സമയത്ത് ഒരു എൻട്രി ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. ഭയങ്കര ഒരു ജോളി ആയിട്ട് ഭയങ്കര തമാശ പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് ഫുൾ ടൈം ചിരിച്ചോണ്ട് ആ ഒരു വരവും പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഒന്നിച്ച് കൈപിടിച്ച് പോകുന്ന സമയത്ത് ശരിക്കും വില്ലൻ അവിടെ ഒന്ന് താണു പോവാണല്ലേ. അതായത് ഇനിയിപ്പം കുറച്ചും കൂടി റിസ്ക് കൂടിയില്ലേ അങ്ങനെയുള്ള സംഭവം. പക്ഷെ നമ്മള് വില്ലന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഉണ്ണിമുകുന്ദന്റെ കയ്യിലോട്ട് പോകുമ്പോൾ ചെറിയൊരു ഫൈറ്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു അവിടെ. പക്ഷെ ഇത് കൂളായിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഫൈറ്റ് വരുന്നത്. പക്ഷെ ഇത് ഭയങ്കര കൂളാണ്, ഭയങ്കര ജോളി ആയിട്ട് എന്താ പറയാ, ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ട് തന്നെയാണ് അത് പോയത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശ്രീപദ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ്. കാരണം ആ കുട്ടി ആ സമയത്ത് ആ ഒരു മെച്യൂരിറ്റി കാണിക്കുമ്പോൾ നമുക്കും തോന്നും ശരിക്കും എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഇത്ര മെച്യൂരിറ്റി കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് തോന്നും. പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ ഇതുപോലത്തുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. അതായത് കുറച്ചൊരു മെച്യൂർഡായിട്ട് പെരുമാറുന്ന കുട്ടികളെ. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതും കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും പ്രത്യേകിച്ച് തിരിച്ചു പോവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, പിന്നെ അത് മാത്രല്ല നമുക്കറിയാലോ ദേവനന്ദ ഇതിന്റെ അകത്ത് കൂടുതൽ സമയത്ത് ഉണ്ണിയേട്ടാന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഏട്ടൻ എന്നുള്ളൊരു കെയർ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത്. എന്തായാലും ഇതില് വേറെ നല്ല നല്ല സീൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.